أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا واتقوا الله لعلكم تفلحون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫായിസുകളാണ്, മുഫ്ലിഹീങ്ങളാണ് എന്ന് വിശദീകരിച്ച വിശ്വാസികളുടെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 4 ഖുതുബകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 200-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളാകുന്ന ഒരു കൂട്ടം ആളുകളുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവരെ. പല ഖുതുബകളിലും നമ്മൾ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണെങ്കിൽ ആ വിളിയുടെ അർത്ഥം എന്താണ്? തൊട്ടടുത്ത വാചകങ്ങൾ, ആ ആയത്തിലൂടെ അല്ലാഹു പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ വിശ്വാസികൾ നിർബന്ധമായും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില ഗുണങ്ങളാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പം ക്ഷമ കൈകൊള്ളുക എന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത് വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഗുണമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു തആല ലിമലായികതിഹി. ഒരു മനുഷ്യൻ്റെ, ഒരാളുടെ, ഒരു അടിമയുടെ, അല്ലാഹുവിൻ്റെ ഒരു ദാസൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു. ആ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും. എന്താ മലക്കുകളോട് പറയുന്നത്? ഖബലതും വലദ അബ്ദി, എൻ്റെ ദാസൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചുവല്ലേ, അഥവാ ആ കുട്ടി മരിച്ചുവല്ലേ. അത് അല്ലാഹുക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലാഹു ചോദിക്കുകയാണ് മലക്കുകളെ. അതേപോലെ തന്നെ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോൾ അവർ പറയും നഅം, അതെ, ഞങ്ങൾ ആ അടിമയുടെ ഹൃദയത്തിൻ്റെ കഷ്ണമായ അയാളുടെ കുട്ടിയുടെ ജീവൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഫയഖൂലു, വീണ്ടും അല്ലാഹു പറയുമെന്നാണ്, ഖബലതു സമറത ഫുആദി. സമറത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫലങ്ങളാണ്, അഥവാ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്ന കാര്യമാണ് കുട്ടികൾ. ഒരു അനുഗ്രഹമാണ്, നിഅമത്താണ്. അങ്ങനെയുള്ള ആ കുട്ടിയെ, അയാൾ സ്നേഹിക്കുന്ന, അയാൾ ഇഷ്ടപ്പെടുന്ന, അയാൾ ജീവിതം തന്നെ ആ കുട്ടിക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെയുള്ള കുട്ടിയെ നിങ്ങൾ പിടിച്ചുവല്ലേ. അപ്പോൾ അവർ പറയും അതെ. അപ്പം നബി അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, മാദാ ഖാല അബ്ദി, നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹിനെ എടുത്തപ്പോൾ, ആ കുട്ടി മരിച്ചപ്പോൾ എങ്ങനെയാണ് ആ അടിമ പ്രതികരിച്ചത്? എന്താണ് അപ്പോൾ ആ അടിമ പറഞ്ഞത്? ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ വാചകം എന്തായിരുന്നു? അപ്പോൾ മലക്കുകൾ പറയും, ഫയഖൂലൂൻ
ഹമിദക വസ്തർജഅ. ആ കുട്ടി മരിച്ച രക്ഷിതാവ് അയാൾ അല്ലാഹുവിനെ സ്തുതിച്ചു. ഹമിദക, നിന്നെ സ്തുതിച്ചു. അതേപോലെ തന്നെ ഇസ്തിർജാ നടത്തി. ഇസ്തിർജാ നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇതാണ് മലക്കുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, ഫയഖൂലുല്ലാഹു, അല്ലാഹു പറയും, ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈത്തൽ ഹംദ്. നിങ്ങൾ എൻ്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കുക. ആ വീടിൻ്റെ നാമം എന്താണ്? ആ വീടിന് നിങ്ങൾ നൽകേണ്ട പേരെന്താണ്? ബൈത്തുൽ ഹംദ് എന്ന പേര് നിങ്ങൾ നൽകണം. അൽ ഹംദ്, ഹംദ് സ്തുതിയുടെ വീട് എന്ന പേര് നൽകി അങ്ങനെ ഒരു വീട് നിങ്ങൾ ആ അടിമക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു കുട്ടി മരണപ്പെടുമ്പോൾ, ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ ആ രക്ഷിതാവ് ക്ഷമിക്കുകയാണ്. ആ രക്ഷിതാവ് ക്ഷമിച്ച് അൽഹംദുലില്ലാ പറഞ്ഞ് ഇസ്തിർജാ നടത്തുകയാണ്. ആ ഇസ്തിർജാ നടത്തുന്നതിന്, ക്ഷമിക്കുന്നതിന് പകരമായി റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗത്തിലൊരു വീടാണ്. ആ വീടിൻ്റെ നാമം പോലും അല്ലാഹു പറഞ്ഞു തരാണ്. അപ്പം ക്ഷമിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും നമ്മൾ കേട്ടു. സഹോദരങ്ങളെ, സഹോദരികളെ, ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. ക്ഷമിക്കണം, വിട്ടുവീഴ്ച കാണിക്കണം, മാപ്പ് കൊടുക്കണം, ഇതൊക്കെ പ്രസംഗിക്കാനും എഴുതാനും പറയാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ഷമ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കേണ്ട ഏറെ വിശിഷ്ടമായ ഗുണമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യഹ്താജുൽ മുഅ്മിനു ഇല സ്വബരി കമാ യഹ്താജു ഇല തആമി വശറാബ്. ഭക്ഷണം നമുക്ക് എപ്രകാരം ആവശ്യമുണ്ടോ, വെള്ളം നമുക്ക് എപ്രകാരം ആവശ്യമുണ്ട്, അതേപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ ആവശ്യമുള്ള ഒന്നാണ് ക്ഷമ എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഭക്ഷണത്തെപ്പോലെ, വെള്ളത്തെപ്പോലെ നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. അതേപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് എന്ത്? ക്ഷമ എന്നുള്ളത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, അലാ ഇന്ന സ്വബ്റ മിനൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. നമ്മുടെ ശരീരത്തിൽ തല വഹിക്കുന്നൊരു ദൗത്യമുണ്ട്. തലയില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം തല എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ റോള് വഹിക്കുന്ന, വലിയ ദൗത്യം നിർവഹിക്കുന്ന കാര്യമാണ് തല എന്നുള്ളത്. അതേപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്ഷമ എന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഖുതിയ അർ-റഅസു ബാദൽ ജസദ്. തല മുറിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശരീരമുണ്ടോ? ശരീരം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതേപോലെയാണ് അയാൾക്ക് ക്ഷമയില്ലെങ്കിൽ അയാളുടെ ഈമാൻ ശരിയാകൂല, അയാളുടെ വിശ്വാസം ശരിയാവുകയില്ല എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വാചകം കൂടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന അഫ്ളല ഐഷിൻ അദ്റകന ബിസ്സബ്ർ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കണ്ടെത്തിയത്, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഞങ്ങൾ കണ്ടെത്തിയത് ക്ഷമയിലൂടെയാണ്, ക്ഷമിക്കുന്നതിലൂടെയാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം, വഹുവ വാജിബുൻ ബിഇജ്മാഇൽ ഉമ്മ. വഹുവ വാജിബുൻ, ക്ഷമ എന്ന് പറയുന്നത് വാജിബാണ്, നിർബന്ധമാണ്. അത് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഏകസ്വരത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. വഹുവ നിസ്ഫുൽ ഈമാൻ, അത് ഈമാനിന്റെ പാതിയാണ്. ഫഇന്നൽ ഈമാന നിസ്ഫാനി, നിസ്ഫു സ്വബരി വനിസ്ഫു ശുക്ർ. ഈമാനിനെ രണ്ട് ഭാഗമാക്കുകയാണ് എങ്കിൽ അതിലൊന്നെന്താ? ക്ഷമയാണ്. മറ്റേതെന്താണ്? അതിൻ്റെ മറ്റേ പാതി എന്താണ്? അത് ശുക്റാണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കണം. നോക്കൂ, നിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ഖൗലുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് ക്ഷമക്ക് ഇസ്ലാമിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. അല്ലാഹു സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി ജീവിക്കുന്നത് എന്ന പരീക്ഷ, നന്നായി പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമല്ല ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ എന്നും ആനന്ദം മാത്രമല്ല ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ടാകും, സന്താപമുണ്ടാകും, കണ്ണീര് വരും, ചിരിക്കും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഇതിനോട് കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്ന ബിൽ മകാരിഹ്. നരകത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്വർഗം നേടലാണ്. ആ സ്വർഗം നേടണമെങ്കിൽ എന്തു വേണം? ദുനിയാവിൽ നന്മകൾ ചെയ്യണം. സ്വർഗത്തിൻ്റെ വിപരീതം എന്താണ്? നരകമാണ്. ആ നരകത്തിലേക്ക് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം എന്താ? നരകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഷഹ്വാത്തുകൾ കൊണ്ടാണ്.
ഇച്ഛകൾ കൊണ്ടാണ്. നമുക്ക് തോന്നിയത് പ്രവർത്തിച്ചാൽ നമുക്കൊക്കെ നരകത്ത് പോകാം. നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയാണ്, നമ്മൾ നരകത്തിലേക്ക് പോകും. എന്നാൽ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് മക്കാരിഹുകൾ കൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം വെറുതെ കിട്ടൂലെന്ന് അർത്ഥം. അല്ലാഹ് പറഞ്ഞു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മതലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വളരെ പ്രസിദ്ധമായ ആയത്താണിത്. എന്താ അല്ലാഹുവിന്റെ ചോദ്യം? നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പരീക്ഷിക്കപ്പെടാതെ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ നിങ്ങൾക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് സമ്പത്ത് കൊണ്ടാകാം, അതേപോലെ തന്നെ മക്കളെ നൽകിക്കൊണ്ടാകാം, മക്കളെ നൽകാതെയാകാം, അതേപോലെ തന്നെ അറിവ് നൽകിയാകാം, അറിവ് നൽകാതെയാകാം. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സന്ദർഭങ്ങളിൽ, ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കാൻ സന്നദ്ധരാകണം. നമ്മൾ ക്ഷമയുള്ള ആളുകളായി മാറണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ക്ഷമിക്കുന്ന ആളുകളാണ് മുത്തഖികളായ ആളുകൾ. നമ്മളൊരു ഖുത്ബയിൽ മുത്തഖികളായ ആളുകളാണ് വിജയികൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുത്തഖികളായ ആളുകൾ, തഖ്വയുള്ള ആളുകളാവുക എന്നുള്ളത് വിജയികളുടെ അടയാളമാണ്. ആ തഖ്വയുള്ള ആളുകൾ ആരായിരിക്കും? അവർ ക്ഷമിക്കുന്നവരായിരിക്കും. അല്ലാഹു പറഞ്ഞു, വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് ഉലൈക അല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 177-ാമത്തെ ആയത്താണ്. വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈകൊള്ളുകയും ചെയ്ത ആളുകൾ ആരാണോ അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾ. നോക്കൂ, നിങ്ങൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് അത് തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്ത് ആലു ഇമ്രാനിലെ 146-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം കൊടുക്കും ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾക്ക്. എത്ര ആയത്തുകളിലാണ് ക്ഷമയുടെ മഹത്വവും ക്ഷമയുടെ പ്രാധാന്യവും ഒക്കെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ക്ഷമിക്കണമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എവിടെയാണ് ക്ഷമിക്കേണ്ടത്? എവിടെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് ക്ഷമയുണ്ടാകണം? പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സബ്റു സലാസുൻ. ക്ഷമ 3 ഇനമുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. 3 ഇനത്തിൽ ക്ഷമയുണ്ട്. ഒന്നെന്താ? ഫസബറുൻ അലൽ മുസീബ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. വസബറുൻ അല ത്വാഅ. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമയുണ്ടാകണം. എന്താ ഞാൻ വിശദീകരിക്കാം. വസ്സബ്റുൻ അനിൽ മഅസിയ. പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. നോക്കൂ, നിങ്ങൾ ക്ഷമ 3 ഇനമാണ്. ഒന്നെന്താ? മുസീബത്തുണ്ടാകുമ്പോൾ, മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്ഷമ വേണം. അതേപോലെ തന്നെ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ ക്ഷമ വേണം. അതേപോലെ തന്നെ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ക്ഷമ വേണം. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജമഅ അല്ലാഹുൽ ഖലായിക നാദാ മുനാദിൻ ഐന അഹ്ലുസ് സബ്ർ. നാളെ പരലോകത്ത് വെച്ച് മനുഷ്യന്മാരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹ് ചോദിക്കുന്ന, എവിടെ ക്ഷമയുടെ ആളുകൾ? എവിടെ? അപ്പം ക്ഷമിക്കുന്ന ആളുകൾ, ക്ഷമ കൈകൊണ്ട ആളുകൾ അവരെന്ത് ചെയ്യും? അവരെഴുന്നേറ്റിട്ട് അവരിങ്ങനെ അവർ വളരെ വേഗത്തിൽ അവർ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ പോവുകയാണ്. ക്ഷമിക്കുന്ന ആളുകൾ എല്ലാവരും എഴുന്നേറ്റ് അവർ ഒരുമിച്ച് വേഗം, അതിവേഗതയിൽ സിറാഅൻ എന്നാണ് ഹദീസിൽ പറയുന്നത്, സിറാഅൻ ഇലൽ ജന്ന, അതിവേഗതയിൽ അവർ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പം ആ പോകുന്ന വഴിയിൽ ഫയൽഖാഹുമുൽ മലായിക, മലക്കുകൾ അവരെ കാണുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, ഫയഖൂലൂൻ, മലക്കുകൾ ചോദിച്ചു, ഇന്നാ നറാകും സിറാഅൻ ഇലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് അതിവേഗതയിൽ പോകുന്നതായിക്കൊണ്ടാണല്ലോ കാണുന്നത്. ഫമൻ അൻതും, നിങ്ങൾ ആരാണ്? ഈ സ്വർഗത്തിലേക്ക് അതിവേഗതയിൽ ഓടിപ്പോകുന്ന നിങ്ങൾ ആരാണ്? അപ്പൊ അവർ പറയും, നഹ്നു അഹ്ലുസ് സബ്ർ, ഞങ്ങൾ ക്ഷമയുടെ ആളുകളാണ്, ഞങ്ങൾ ദുനിയാവിൽ ക്ഷമിച്ച ആളുകളാണ്,
ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായി, ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സന്താപം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു. ഞങ്ങൾ ക്ഷമയുടെ ആളുകളാണ്. അപ്പോൾ അവർ ചോദിച്ചു, വമാക്കാന സ്വബറുക്കും, നിങ്ങൾ എന്തിനൊക്കെയാണ് ക്ഷമിച്ചത്? അപ്പോൾ ആളുകൾ പറയും, കുന്ന നസ്ബിറു അലാ ത്വാഅത്തില്ലാ, കുന്ന നസ്ബിറു അലാ ത്വാഅത്തില്ലാ, ഞങ്ങൾ അല്ലാഹനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമിച്ച ആളുകളാണ്. അതേപോലെ വകുന്ന നസ്ബിറു അൻ മആസില്ലാ, പാപങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ഞങ്ങൾ ക്ഷമിച്ച ആളുകളാണ്. പാപങ്ങൾ ചെയ്യാതെ ഞങ്ങൾ പിടിച്ചു നിന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഞങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ക്ഷമിച്ച ആളുകളാണ്. അപ്പോൾ മലക്കുകൾ പറയുമെന്നാണ്, ദുഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ അവരോട് പറയും. അപ്പോൾ എവിടെയാണ് ക്ഷമിക്കേണ്ടത്? ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമയുണ്ടാകണം. അതെന്താ? അള്ളാഹനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്തിന് ഉത്തരം നൽകുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദൂഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ഈ ആയത്ത് നമ്മൾ പഠിച്ചാൽ എന്താണ് ഇബാദത്തിലെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലെ ക്ഷമ എന്ന് നമുക്ക് മനസ്സിലാകും. എന്താ അള്ളാഹു പറയുന്നത്? റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദൂഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവത്രേ അവൻ. അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഉറച്ചു നിൽക്കണം എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ, നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ അഥവാ നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും വേണം. നിസ്കരിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം, ക്ഷമയോടുകൂടെ ഉറച്ചു നിൽക്കണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ഷമയുള്ള ആളുകളാണോ? അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമയുള്ള ആളുകളാണ് എങ്കിൽ ഇപ്പം നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നമ്മൾ ക്ഷമയുള്ള ആളുകളാണോ? ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഞാൻ എന്നോടാണ്, നിങ്ങൾ നിങ്ങളോടാണ്. വിശുദ്ധ ഖുർആന്റെ പാരായണം ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ക്ഷമയുള്ള ആളുകളാണോ? ഖുർആൻ ഓതുമ്പോൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഖുർആൻ ഓതാൻ വിചാരിച്ചത്ര നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ക്ഷമയുള്ള ആളുകളാണ്. ഖുർആൻ ഓതുമ്പോൾ തുറന്നു വെക്കുമ്പോൾ ആ ഖുർആനിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മറ്റു പല ചിന്തകളിലേക്കും മറ്റു പല ഏർപ്പാടുകളിലേക്കും വ്യാപൃതരാകുന്നവരാണ് എങ്കിൽ നമ്മൾ ക്ഷമയുള്ള ആളുകളല്ല. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമയുള്ള ആളുകളല്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ദിക്ർ ചൊല്ലുന്ന മേഖലയിൽ നമ്മൾ ക്ഷമയുള്ള ആളുകളാണോ? രാവിലെയുള്ള പ്രാർത്ഥനകൾ, എത്ര പ്രാർത്ഥനകൾ രാവിലെ ചൊല്ലേണ്ട അദ്കാറുസ് സ്വബാഹ് ഒരുപാടുണ്ട്, ധാരാളം പ്രാർത്ഥനകളുണ്ട്. സത്യസന്ധമായി ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ആരൊക്കെന്നത് ചൊല്ലി എന്തേ ചെല്ലാൻ പറ്റുക? അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയാണ്. എന്തേ നമുക്കിത് ചെയ്യാൻ പറ്റാതെ? നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ സമയം കണ്ടെത്തി നമ്മൾ നിർവഹിക്കേണ്ട ആരാധനയാണ്, റബ്ബിനെ അനുസരിക്കുന്ന മേഖലയാണ് ഏത്? രാവിലെയുള്ള അദ്കാറുകൾ. അതേപോലെ തന്നെ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. ബാങ്ക് കൊടുത്താൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലേറെ നല്ലതെന്താ? നേരെ പള്ളിയിൽ വരിക, പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ കയറി വലതുവശത്ത് സ്വപ്പിലിരിക്കുക, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. നമുക്ക് ക്ഷമല്ല. നമ്മൾ പള്ളിയിലെ ക്ലോക്ക് നോക്കും അല്ലേ, ജമാഅത്ത് എത്ര സമയത്താണ്, അതിൻ്റെ 2 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്താനാണ് ശ്രമിക്കുക. വേറെന്താ? ഒരു പണിയില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. തിരക്കുള്ള ആൾക്കാർക്ക് ഉദ്റുണ്ട്. ഞാൻ തിരക്കുള്ള ബിസിയുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുള്ള ആളുകളാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കാൻ പറ്റണില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കാൻ അതിൻ്റെ പ്രശ്നം എന്താ? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. സുന്നത്ത് നമസ്കാരത്തിന് സമയമല്ല. നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലാൻ നമുക്ക് നേരമുണ്ടോ? നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലാൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള ഏറ്റവും ചെറിയ ദിക്റുകൾ 2, 3, 4 മിനിറ്റ് എടുത്ത് ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന ദിക്റുകൾ ചൊല്ലാൻ പോലും നമുക്ക് ക്ഷമയില്ല. അപ്പോൾ നോക്കൂ, മനസ്സിലായില്ലേ എവിടെ ക്ഷമ വേണ്ടത്? അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമ ഉണ്ടാകണം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അഫ്ദലുൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നതൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ ആരറിയോ? മരിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആൾക്കാരാണ്. അടിവരട്ടുള്ളി സഹോദരങ്ങളെ, അടിവരട്ടുള്ളി. മരിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദൽ ശ്രേഷ്ഠരായ ആളുകൾ. എന്താ അങ്ങനെ പറഞ്ഞ? എത്രയെത്ര സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരൊറ്റ ദിവസം.
ഒരു ദിവസം 1000-ലധികം സുന്നത്തുണ്ട്. 1000-ലധികം സുന്നത്ത്. എൻ്റെ വാചകല്ല, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ മഹാപണ്ഡിതൻ ഖാലിദ് സബ്ത് അദ്ദേഹം എഴുതിയ ഫിൽ യൗമി അക്തറ മിൻ അൽഫ സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം. ഒരു ദിവസം 1000-ലധികം സുന്നത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, ആ സുന്നത്തുകൾ പലതും അറിയില്ല ആളുകൾക്ക്. അതിനെ ജീവിപ്പിക്കണം, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് മഹാനായ ഇമാം ബുഖാരി പറയുന്നത്. ഇമാം ബുഖാരിന്റെ വാചകം എന്താ അറിയോ? ഫസ്ബിറു യാ അസ്ഹാബസ് സുനൻ, സുന്നത്തിന്റെ ആളുകളെ നിങ്ങൾ ക്ഷമിച്ചോളൂ. റഹിമക്കുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകും. സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഏതുവരെ എന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗദുൽ കൗത്തറിൽ നിന്ന് വെള്ളം വാങ്ങുന്നത് വരെ ക്ഷമയോടുകൂടെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദീനിൽ ഉറച്ചു നിൽക്കൽ കുറച്ച് പ്രയാസമാണ്. ദീനിൽ ഉറച്ചു നിൽക്കൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഒരു തീയിന്റെ കനലിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെയായിരിക്കും, തീക്കനലിൽ നിൽക്കുന്നത് പോലെയായിരിക്കും ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ കൈകൊള്ളാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, നമുക്കതിന് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുകയാണ്, ആ വിവാഹ രംഗത്ത് അനിസ്ലാമികത ഉണ്ടാകാൻ പാടില്ല. അവിടെ നമ്മൾ അള്ളാഹിനെ അനുസരിക്കണം. ഗാനമേള നമ്മുടെ വീട്ടിലെ നമ്മുടെ മകളുടെ വിവാഹത്തിനുണ്ടെങ്കിൽ അതെങ്ങനെയാ ഇസ്ലാമികമായ വിവാഹമാകുന്നത്? എങ്ങനെയാണത് ഇസ്ലാമികമായ വിവാഹമാകുന്നത്? അത്തരത്തിലുള്ള വിവാഹങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ പങ്കെടുക്കുന്നത്? സംഗീതം നിഷിദ്ധമാണ്, കേൾക്കാൻ പാടില്ല എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന്റെ മേഖലയിൽ അള്ളാഹിനെ അനുസരിക്കണം. ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ അള്ളാഹുവിനെ അനുസരിക്കണം. എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ക്ഷമ കൈകൊള്ളുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷമയാവശ്യമുള്ള രണ്ടാമത്തെ മേഖലയാണ് പാപങ്ങൾ ചെയ്യാതിരിക്കാൻ, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. നമ്മുടെ മനസ്സിനെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് പാപങ്ങൾ ചെയ്യാൻ കൊതിയുള്ള രൂപത്തിലാണ്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തെറ്റിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്ന് മനസ്സിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റിലേക്ക് മനസ്സോടുമ്പോൾ ആ ഹൃദയത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. മഹാപണ്ഡിതനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നു, ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങളായ ആളുകൾ ഒരു നാട്ടിലേക്ക്, ആ നാട്ടിലെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ ന്യായത്തിൻ്റെ വശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി യാത്ര പോകുന്നുണ്ട് മുസ്ലിങ്ങളായ ആളുകൾ. അപ്പോൾ ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച, ദീന് നന്നായി പഠിച്ച ഒരാളുണ്ട്, ഒരു ഹാഫിളായ ഒരാളുണ്ട്. അയാൾ അവിടെ എത്തി, ആ നാട്ടിലെത്തി. അയാൾ മുസ്ലിങ്ങളൊക്കെ നാട്ടിലെത്തി. അപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ സഹോദരിയെ ഈ ഹാഫിളായ ഖുർആൻ പഠിച്ചയാൾ കാണുകയും അയാൾ അവളിൽ ആകൃഷ്ടനാവുകയും അവരുടെ പുറകെ പോവുകയും ചെയ്തു. ആര്? മുസ്ലിമായ ഒരാൾ. എന്തിനാൾ പോയത്? യുദ്ധം ചെയ്യാൻ പോയതാണ്. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ വിശുദ്ധ ഖുർആൻ പഠിച്ച ദീനറിയുന്ന ഒരു മനുഷ്യൻ. അയാൾ ഒരു പെണ്ണിനെ കണ്ട് ആ പെണ്ണിന്റെ പിറകെ കൂടി. ആ പെണ്ണിന്റെ പിറകെ അയാൾ മുസ്ലിങ്ങളെ മറന്നു, യുദ്ധമൊക്കെ മറന്നു, മുസ്ലിങ്ങളെ അയാൾ ഒഴിവാക്കി. അയാൾ എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ പിറകെ പോയി. മുസ്ലിങ്ങൾ യുദ്ധം ജയിച്ചു, മുസ്ലിങ്ങൾ ആ നാട് കീഴടക്കി, അവിടെ മുസ്ലിങ്ങൾ ജീവിക്കണം. അപ്പൊ ഈ യുദ്ധത്തിന് പോയ സ്വഹാബികളുണ്ട്, ആളുകളുണ്ട്. അവർ പറയാണ്, പിൽക്കാലഘട്ടത്തിൽ കാലമേറെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന ആ മനുഷ്യനെ ഞങ്ങൾ കാണാറുണ്ട്, അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾ ഖുർആനൊക്കെ പഠിച്ച ആളായിരുന്നില്ലേ? ആ ഖുർആനിലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഖുർആനൊക്കെ ഞാൻ മറന്നു, എന്നാൽ എനിക്ക് ഓർമ്മയുള്ള ഒരു ആയത്തുണ്ട്. റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ യഅലമൂൻ എന്ന ആയത്താണ് അവർക്ക് ഓർമ്മ. എന്താണ്? കാഫിറുകളായ ആളുകൾ അവർ ഇടക്ക് ആലോചിക്കുന്ന,
എന്താ അവർ ചിന്തിക്കുക? ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ലൗകാനു മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. ആ ആയത്ത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഒരു നല്ല മനുഷ്യൻ തെറ്റിലേക്ക് പോവുകയാണ്, തിന്മയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യനാണ് ഒരു പെണ്ണിനെ കണ്ട ആ പെണ്ണിൻ്റെ പിറകിൽ പോയത്. ഏത് കാലഘട്ടത്തിൽ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതാണ് മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്, പലതരത്തിലുള്ള തെറ്റുകളുണ്ട്. പലിശ ഉണ്ട്, വ്യഭിചാരമുണ്ട്, അക്രമമുണ്ട്, അതേപോലെ തന്നെ മോഷണമുണ്ട്, അങ്ങനെ ധാരാളം തിന്മകളുണ്ട്. ആ തിന്മകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? നമ്മൾ ക്ഷമയില്ലാത്ത ആളുകളാണ്, മനസ്സിലായി? കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുന്നതിന് വരെ പാപമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മൾ. ഒരാളെ പരിഹസിച്ചാണ്ട് ഗോഷ്ഠി കാണിക്കുക. വിശുദ്ധ ഖുർആനിലെ യതഗാമസൂൻ എന്നൊരു പ്രയോഗമുണ്ട്. യതഗാമസു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഗോഷ്ഠി. സൂറത്തുൽ മുത്തഫിഫീനിലെ അത് വിശദീകരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നൊരു മേഖലയാണിത്. അതുപോലും പാപമാണ് നമ്മൾ മറ്റൊരാളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗമസ്, യതഗാമസ് എന്ന പ്രയോഗം. അതുപോലും കുറ്റമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മുടെ മനസ്സ്. അതുകൊണ്ട് എന്ത് വേണം? ആ തെറ്റുകൾ ചെയ്യാതെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നന്മയിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് ക്ഷമ അനിവാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആരാണോ മനസ്സിന്റെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും പിടിച്ചു വെച്ച് ജീവിക്കുന്നത്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നത്, അവന് സ്വർഗ്ഗം ഉണ്ടെന്നാണ്. അവന് സ്വർഗം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് വീട് വെക്കുമ്പോൾ ലോൺ എടുക്കാൻ പോകണ്ട, അത് പലിശയാണ്. മനസ്സിലായില്ലേ? അത് തെറ്റാണ്, പാപമാണ്. അതുകൊണ്ട് എന്ത് വേണം? ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകുക. അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും, റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ബിസിനസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പലിശ ഓർമ്മ വരുന്ന ആളുകളുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് പറയുന്ന ആളുകൾ, അത് തിന്മയാണ്. അതേപോലെ നമ്മുടെ വീടുകളിൽ അശ്ലീലതകളില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. നമ്മുടെ കുട്ടികൾ അശ്ലീലതകൾ കാണുന്ന ആളുകളല്ല. അതിന് ഇൻ്റർനെറ്റും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, മൊബൈൽ വാങ്ങിക്കൊടുത്ത് അതിലൂടെ തിന്മകൾ കാണുന്ന ആളുകളല്ല നമ്മുടെ കുട്ടികൾ എന്ന് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഉമ്മമാർ ഉറപ്പുവരുത്തണം. അത് ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ തന്നെ വിവാഹരംഗത്ത് നമ്മുടെ വീട്ടിൽ തിന്മകളില്ല, പാപങ്ങളില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അവർ പഠിപ്പിച്ചു എന്താണ് ക്ഷമ എന്ന്. എന്താണ് ക്ഷമ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അനുസരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കലാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? ഫറളുകൾ ചെയ്തുകൊണ്ട്, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ വസ്സബ്റു അൻ മഹാരിമില്ലാ, ഹറാമുകൾ, നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്, ആ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി ക്ഷമ അവലംബിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ ക്ഷമ അവലംബിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. മൂന്നാമത്തത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ ക്ഷമയുടെ മറ്റൊരു തലമാണ് പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ ക്ഷമിക്കുക എന്നുള്ളത്. അവിടെ തവക്കുൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലെ ഖുത്ബയിൽ അല്ലാഹു തൗഫീഖ് നൽകുകയാണ് എങ്കിൽ നമുക്ക് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ ക്ഷമയുള്ള ആളുകളാവുക, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, പരലോകത്ത് വിജയിക്കണമെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം. മരണം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. കുറേ കാലം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമെന്ന് നമ്മൾ ആരും ഉറപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഒരു ഉറപ്പില്ലാത്ത കാര്യം എന്താ? മരണമാണ്. മരിക്കുമെന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്, പക്ഷെ എപ്പോൾ മരിക്കും ആർക്കും അറിയില്ല. ഏത് സമയത്തും മരിക്കും. ആരോഗ്യമുള്ള എത്രയോ ആൾക്കാർ അവരിൽ നിന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഒരു പ്രളയം ഉണ്ടാകേണ്ട മരിക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലായി? ഒരു ഭൂമികുലൊക്കെ ഉണ്ടാകേണ്ട ആവശ്യമില്ല മരിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ചൊരു സമയം മതി മരിക്കാൻ. ആ സമയത്തിൻ്റെ ഒരു നിമിഷം പോലും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല. റബ്ബ് നിശ്ചയിച്ച സമയത്ത് എന്ത് ചെയ്യും? മരണം നമ്മളെ പിടികൂടും. അതുകൊണ്ട് ആ ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കുക. ഈ ജീവിതം ചെറുതാണ്, നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ലോകമാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത, എന്നെന്നും നിലനിൽക്കുന്ന പരലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ പരലോകത്തിന് വേണ്ടി നമുക്ക് ലഭിച്ച സമയത്തെ, നമുക്ക് ലഭിച്ച ആയുസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ധന്യമാക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ വിജയിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗികളായ ആളുകൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, അയൽവാസികളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.